ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്. അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. പിന്നെ നമ്മളിടുന്ന ക്ലാസ്സുകൾ ചെറിയ ചെറിയ ക്ലാസ്സുകളാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അത് കംപ്ലീറ്റ് പഠിച്ചു പോകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, ഇനി ക്ലാസ്സുകളുടെ ലെങ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂട്ടാം. ഇപ്പോൾ ഈ തരുന്ന ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നതാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ബാച്ച്, 10th ലെവൽ ബാച്ച്, +2 ലെവൽ ബാച്ച്, ഇങ്ങനെ ഓൺലൈൻ ബാച്ചുകളുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഉള്ളത്. അപ്പോൾ ആ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ധനകാര്യ കമ്മീഷൻ. ഓക്കെ, സെറ്റാക്കണം, പെട്ടെന്ന് പഠിക്കുക. ലാസ്റ്റ് വരെ കണ്ട് ഫുള്ള് മനസ്സിലാക്കി ലാസ്റ്റ് ഞങ്ങൾ റിവിഷൻ എടുക്കുന്നുണ്ട്. ആ റിവിഷൻ കേട്ടിട്ടേ പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ധനകാര്യ കമ്മീഷൻ. ഇംഗ്ലീഷിൽ ഫിനാൻഷ്യൽ വേണ്ട, ഫിനാൻസ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ആണോ? ഏത് ആർട്ടിക്കിൾ? 280. ആർട്ടിക്കിൾ 280 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഏത്? ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? അതായത് ഒരു ജുഡീഷ്യൽ ബോഡിയാണോ, കോസി ജുഡീഷ്യൽ ബോഡിയാണോ? ജുഡീഷ്യൽ ആവണം. കോസി ജുഡീഷ്യൽ ബോഡിയാണ് കേട്ടോ. അതായത് അർദ്ധ നീതിന്യായ സംവിധാനമാണ്. അപ്പൊ ധനകാര്യ കമ്മീഷൻ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? കോസി ജുഡീഷ്യൽ. എന്താണ് കോസി ജുഡീഷ്യൽ? ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാ മോനെ. കേന്ദ്രം ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. മനസ്സിലായോ? ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ആരാണ്? പറയടാ. ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്ന ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്. എത്ര വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷനെ പുതുതായി രൂപീകരിക്കുന്നത്? 5 വർഷം കൂടുമ്പോഴാണ്. എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം കൂടുമ്പോൾ. അപ്പോൾ ഇത്രയും പഠിച്ചു. ആർട്ടിക്കിൾ എന്ത് തരം സ്ഥാപനം? കോസി ജുഡീഷ്യൽ. രൂപീകരിക്കുന്നത് പ്രസിഡന്റ്. എത്ര വർഷം കൂടുമ്പോൾ രൂപീകരിക്കുന്നു? 5 വർഷം. ഓക്കെ. കമ്മീഷൻ അംഗസംഖ്യ എത്ര? 5. ധനകാര്യ കമ്മീഷൻ അംഗസംഖ്യ 5. എങ്ങനെ? ഒരു ചെയർമാനും 4 അംഗങ്ങളും. ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനെയും അംഗങ്ങളെയും വീണ്ടും നിയമിക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കും. 5 വർഷ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും വീണ്ടും എന്ത് ചെയ്യാൻ കഴിയൂടാ? നിയമിക്കാൻ സാധിക്കും. എന്താണ്? നിയമിക്കാൻ സാധിക്കും. ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കാൻ ഭരണഘടന അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? രാഷ്ട്രപതി ഇറങ്ങും രാവിലെ. ധനകാര്യ കമ്മീഷനിലേക്ക് ആളുണ്ടോ? ധനകാര്യ കമ്മീഷനിലേക്ക് ആളുണ്ടോ? ഇവിടെ മോനെ ഗവർണറൊക്കെ ഇവിടെ കിടക്കുന്ന ഗവർണർ. ഇത് കേന്ദ്രം തന്നെ പറയുന്നേ. ചോദ്യം ഇതാണ്: ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കാൻ ഭരണഘടന അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? എന്താ മോനെ? പാർലമെന്റ്. കേട്ടോ, എന്താണ് പാർലമെന്റ്? അദ്ദേഹം പറഞ്ഞ ഉത്തരവ് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ പറയാത്തത്. പാർലമെന്റ് ആണ് കേട്ടോ. അപ്പൊ യോഗ്യത തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ്. രൂപീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കാലാവധി 5 വർഷം. അംഗസംഖ്യ 5. ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ വീണ്ടും നിയമിക്കാൻ കഴിയും. ആർട്ടിക്കിൾ 280. എന്ത് തരം സ്ഥാപനം? കോസി ജുഡീഷ്യൽ ആണ്. കോസി ജുഡീഷ്യൽ. അർദ്ധ നീതിന്യായ സംവിധാനം. ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയം, അതായത് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, അപ്പൊ ചെയർമാന്റെ യോഗ്യത എന്താണ്ടാ? പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയം. ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താണ്ടാ? പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയമാണ്. ധനകാര്യ കമ്മീഷന്റെ മറ്റ് 4 അംഗങ്ങളുടെ യോഗ്യതയെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആകാൻ യോഗ്യതയുള്ള ആയ വ്യക്തി.
ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഒരു ഹൈക്കോടതി ജഡ്ജി ആകാൻ യോഗ്യത ഉള്ളതായ വ്യക്തി. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എനിക്ക് പ്രധാനമന്ത്രി ആവാൻ യോഗ്യത ഉണ്ടോ? ഇല്ല. അടിച്ച് മോനെ, പ്രധാനമന്ത്രിക്ക് 35 വയസ്സ് ആവശ്യമാണ്. 25 വയസ്സ് ആവശ്യമല്ലേ? എനിക്ക് 25 വയസ്സ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇന്ത്യൻ പൗരനല്ലേ? നീനെ 25 താഴെയാക്കാൻ നോക്കിയതാണ്. ഓക്കെ, യോഗ്യതകളൊക്കെ എളുപ്പമുണ്ടോ? പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കാം. ഇങ്ങോട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യത ഉള്ളതുമായ വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഒരംഗമാകാം. ഓക്കെ, അടുത്ത് ധനകാര്യ വിഷയങ്ങളിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലും പ്രത്യേക അറിവുള്ള വ്യക്തി ഒരംഗം. 2 അംഗം പറഞ്ഞേ. 1 ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യത ഉള്ളതോ ആയ ഒരു വ്യക്തി. 2 ധനകാര്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തി. 3-ാമത്തെ ആള് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തി. പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തി. ഓക്കെ, 4 സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തി. സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തി. അപ്പൊ 5 അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിന്. ചെയർമാന്റെ യോഗ്യത പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയം. 4 അംഗങ്ങളുടെ യോഗ്യത നമ്മൾ പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യത ഉള്ളതായ വ്യക്തി. 2 ധനകാര്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി. ഓക്കെ, എടുത്ത് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും അറിവുള്ള വ്യക്തി. സാമ്പത്തിക ശാസ്ത്രത്തില് പ്രത്യേക അറിവുള്ള വ്യക്തി. ഓക്കെ, ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അംഗമാകാൻ പറ്റും. ഇത് തേനീച്ചയാണ്, കടന്നലാണ്? അമ്പോ, തേനീച്ച. എന്താണ്, എങ്ങനെ മനസ്സിലായെന്നാ തേനീച്ചയാണെന്ന്? പറഞ്ഞപ്പോ തേന് തീർച്ചയായിരുന്നതാ, കണ്ടില്ലേ ഇതാ? അടുത്ത് ഈ ധനകാര്യ കമ്മീഷന്റെ ചുമതലകളാണ്. ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന വിഷയങ്ങൾ. ധനകാര്യ കമ്മീഷൻ ആർക്ക് നിർദ്ദേശം? രാഷ്ട്രപതിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളുമായിട്ടുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത് ഏത് ധനകാര്യ കമ്മീഷൻ? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. മിടുക്കൻ. ഓക്കെ, അടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം എന്ത് നൽകണം? സഹായ ഗ്രാന്റുകൾ നൽകണം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും രാഷ്ട്രപതിക്ക് ആര് നിർദ്ദേശം നൽകും? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശം നൽകും. 2 പറ. സംസ്ഥാന അല്ല, എല്ലാം പോയി. ഓക്കെ, നികുതി കേന്ദ്ര സംസ്ഥാനം അല്ലേ? കേന്ദ്രവും സംസ്ഥാനങ്ങളും നികുതി വിതരണം തമ്മിലുള്ള വിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർദ്ദേശം നൽകും. 2 കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായ ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തില് നിർദ്ദേശം നൽകും. ഓക്കെ, അടുത്ത സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യും? നിർദ്ദേശം നൽകും. ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, അതായത് ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളിലാണ് രാഷ്ട്രപതിക്ക് പ്രധാനമായും ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത്. 1 കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണം. 2 കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് സഹായ ഗ്രാന്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. 3 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. 4
ധനകാര്യ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് കാലാകാലങ്ങളായി നൽകുന്ന വിഷയങ്ങൾ, പ്രസിഡന്റ് കൊടുക്കുന്ന വിഷയങ്ങളിൽ നിർദ്ദേശം എന്ത് ചെയ്യും? ആര് കൊടുക്കണം? ധനകാര്യ കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ പ്രസിഡന്റിന് ഉപദേശം നൽകുക, ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റിന് ഉപദേശം നൽകുക എന്നതാണ് ആരുടെ പ്രധാനപ്പെട്ട ജോലിയുടെ? ദേശീയ ധനകാര്യ കമ്മീഷന്റെ പ്രധാന ജോലി അല്ലേ? അല്ലേ മോനെ? അതെ, ഓക്കെ. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഈ രാഷ്ട്രപതി റിപ്പോർട്ട് എന്ത് ചെയ്യും? പാർലമെന്റിൽ സമർപ്പിക്കും. പാർലമെന്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പാർലമെന്റ്? ലോകസഭയിൽ, രാജ്യസഭയിൽ. അപ്പൊ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ആ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? പാർലമെന്റിൽ സമർപ്പിക്കും. മനസ്സിലായി? ഓക്കെ. അടുത്ത ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 281. ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം 280. ശുപാർശകളെ കുറിച്ച് പറയുന്നത് 281. ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപദേശ രൂപത്തിൽപ്പെട്ടതാണ്. മനസ്സിലായ? ഉപദേശമാണ്. നിർദ്ദേശം രാഷ്ട്രപതി അത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അതാണ്. മനസ്സിലായോ? അപ്പൊ ഉപദേശിക്കുന്ന അങ്ങനെയല്ലേ? നിന്നെ അങ്ങനെ ഉപദേശിക്കാറുണ്ടോ? എടാ, നീ എന്നെ ഉപദേശമായിട്ടാ കാണുന്നത്. ഞാൻ ഈ വഴക്ക് പറയുന്നതിനൊക്കെ നീ ഉപദേശമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇവിടെ ഉപദേശിക്കാറൊന്നുമില്ല കേട്ടോ. എന്നെ പോടാ, വഴക്ക് പറയണ ഉപദേശത്തിന്റെ അടുത്തത്. ഓക്കെ. ധനകാര്യ കമ്മീഷൻ കാരണം പണ്ട് എനിക്കറിയാം ഉപദേശിക്കുന്നവന്മാരെ നമുക്ക് പിടിക്കൂല. ഞാൻ നിന്നെ ഉപദേശിക്കുന്ന ആളായിട്ട് നിനക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ അടുത്തൊരു വെറുപ്പ് തോന്നി തുടങ്ങും. നിനക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല, വേറെ ആരൊക്കെയോ ഉണ്ട്, കാണാം. ഓക്കെ, ഉപദേശക മതിയാക്കി. ധനകാര്യ കമ്മീഷനിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപദേശ രൂപത്തിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ പെട്ടതാണ്. പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ നിന്നെ ഉപദേശിക്കാറുണ്ടോ? നീ പറഞ്ഞു. നീ എല്ലാം പാലിക്കാറുണ്ടാടാ? ഇല്ല, വേണ്ട. അതുപോലെ ധനകാര്യ കമ്മീഷൻ നൽകുന്ന ഉപദേശങ്ങൾ കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാലിച്ചാൽ മതി. ആഴ്ച പറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞോട്ടെ, വീഡിയോ കഴിഞ്ഞോട്ടെ. അതുകൊണ്ട് കുറെ രഹസ്യങ്ങൾ എനിക്കിപ്പോ കിട്ടി ഈ ക്ലാസ് എടുത്തോണ്ട്. ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്ടാ? ഡൽഹിയിലെ എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. എന്താണ് ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. എന്തിന്റെ ആസ്ഥാനം? ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാ? KC നിയോഗി. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? KC നിയോഗി. 1951 നിയമിച്ചത്. 1952 മുതൽ 57 വരെയുള്ള 5 വർഷമായിരുന്നു കാലാവധി കേട്ടോ. അപ്പൊ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KC നിയോഗി. ഓക്കെ. നിയമിച്ചത് 1951. കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 മുതൽ 57 മുതൽ. ഓക്കെ. ഇപ്പോൾ ഉള്ളത് എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? ഇപ്പോൾ ഉള്ളത് 15ാം ധനകാര്യ കമ്മീഷനാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നന്ദകിഷോർ സിംഗ് ആണ്. ഓക്കെ. 2021 മുതൽ 26 വരെയാണ് കാലാവധി. 26ലാണ് അരവിന്ദ് പനഗിരിയുടെ 16ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരാൻ പോകുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അതായത് ഇപ്പൊ ഇവരെ നിയമിച്ചു. 16ാം ധനകാര്യ കമ്മീഷനായിട്ട് ആരെ നിയമിച്ചു? അരവിന്ദ് പനഗിരിയെ നിയമിച്ചു. പക്ഷെ ഇപ്പം നിലവിൽ 2026 വരെ പൊക്കോണ്ടിരിക്കുന്നത് ഏതാണ്? NK സിംഗിന്റെ ധനകാര്യ കമ്മീഷനാണ്. അത് 2021 മുതൽ 26 വരെയാണ് കാലാവധി. ആ ധനകാര്യ കമ്മീഷനെ നിയമിച്ചത് 2017 മനസ്സിലായില്ലേ? അതായത് ഒരു ധനകാര്യ കമ്മീഷൻ ഉള്ളപ്പോൾ തന്നെ അടുത്ത ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യും? നിയമിക്കും. ഓക്കെ. അടുത്തത് അപ്പൊ 2026 മുതൽ 31 വരെ ആരാണ്? അരവിന്ദ് പനഗിരിയുടെ 16ാം ധനകാര്യ കമ്മീഷനാണ്. ഇപ്പൊ 2021-26 കാലയളവിലുള്ളത് NK സിംഗ്, നന്ദകിഷോർ സിംഗിന്റെ 15ാം ധനകാര്യ കമ്മീഷനാണ്. അതായത് അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള 15ാം ധനകാര്യ കമ്മീഷനാണ്. 2026 മുതൽ 31 വരെയാണ് ഏത് കമ്മീഷൻ വരുന്നത്? 16ാം ധനകാര്യ കമ്മീഷൻ. അതായത് അരവിന്ദ് പനഗിരിയുടെ 16ാം ധനകാര്യ കമ്മീഷൻ വരുന്നത്. അപ്പൊ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പഠിച്ച ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഒന്നെല്ലാം ഒന്ന് ഓർത്ത് നോക്കി. മോനെ ഒന്ന് പോസിട്ടെ. റിവിഷൻ. ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിള്, ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള്. ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? ആണ്. ഏത് തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനം? കോസി ജുഡീഷ്യൽ. രൂപീകരിക്കുന്നത്
പ്രസിഡന്റ്. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. അംഗങ്ങളുടെ എണ്ണം 5. ഒരു ചെയർമാനും 4 അംഗങ്ങൾ. ഓക്കെ. ധനകാര്യ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനെ അംഗങ്ങളെ വീണ്ടും നിയമിക്കാൻ കഴിയുമോ? കഴിയും. ഓക്കെ. ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കുന്നത് പാർലമെന്റാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്. ഓക്കെ. ധനകാര്യ കമ്മീഷന്റെ മറ്റു 4 അംഗങ്ങളുടെ യോഗ്യത ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്കുള്ള യോഗ്യത ഉള്ള വ്യക്തിയോ. 2 ധനകാര്യ വിഷയങ്ങളിൽ ധനകാര്യ വിഷയങ്ങളുമായി അല്ലെങ്കിൽ ഗവൺമെന്റിലെ ധനകാര്യ വിഷയങ്ങളുമായി പ്രത്യേക അറിവുള്ള വ്യക്തി. 3 പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തി. 4 സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തി. ഓക്കെ. ഇനി അടുത്ത പ്രധാന ചുമതല വെച്ചാൽ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക ധനകാര്യ വിഷയങ്ങൾ. അതിൽ ഏതൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണത്തെക്കുറിച്ച് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളെ കുറിച്ചുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപദേശം നൽകുക. 4 ധനകാര്യ വിഷയങ്ങളിൽ കാലാകാലങ്ങളായിട്ട് രാഷ്ട്രപതി കൊടുക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രപതി പറയണം ഇന്ന വിഷയത്തിൽ എനിക്ക് നിർദ്ദേശങ്ങൾ ആവശ്യമാണ്, അപ്പോൾ ആ വിഷയങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് രാഷ്ട്രപതി റിപ്പോർട്ട് എവിടെ വെക്കുന്നു? പാർലമെന്റിൽ വെക്കുന്നു. ഓക്കെ. ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ്? ഉപദേശ രൂപത്തിലുള്ളതാണ്. ഓക്കെ. പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പാലിക്കണമോ? പാലിക്കണോ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. ധനകാര്യ കമ്മീഷൻ ആദ്യ ചെയർമാൻ കെ സി നിയോഗി. നിയമിച്ചത് 1951. കാലഘട്ടം 52, 57. നിലവിലുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആണ്, നന്ദകിഷോർ സിംഗ് ആണ്. 2017 നിയമിച്ചു. 2021 മുതൽ 26 വരെ. 16ാം ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ 2026 നിലവിൽ വരികയും 31 വരെയാണ് കാലാവധി വരുന്നത്. അപ്പൊ ധനകാര്യ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പഠിക്കാനുണ്ട്. നമ്മളെല്ലാം കൂടെ വാരി വെച്ച് പഠിക്കുന്നത്, കാരണം നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഓക്കെ. നമ്മളിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ് ആണെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ശരി, തന്നെ ഉപദേശിക്കട്ടെ റാസ്കലെ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബായ്, ടാറ്റ.